ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാവുന്നതുപോലെ നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പാഠമാണ്. നാം ഇപ്പോൾ അതിൻ്റെ 11ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 11ാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ആസന്നമായിരിക്കുന്ന സംഘർഷം. ഇതിന് മനഃപ്പാഠവാക്യമായി കൊടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നമുക്കറിയാം, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈയിടെയായി പലരും പറയുന്നുണ്ട് മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ച്. അതായത് അതൊരു ബയോ ചിപ്പാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴുള്ള ബാർകോഡ് അതാണോ, അതോ ഈ ബാർകോഡിൻ്റെ പുറത്തെഴുതിയിരിക്കുന്ന സംഖ്യയാണോ, ആ സംഖ്യ കൂട്ടിയാൽ 666 കിട്ടും എന്നൊക്കെ ചിലർ പറയാറുണ്ട്. നമുക്കറിയാം, ഈ ബയോ ചിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഗോതമ്പ് മണിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ചിപ്പാണ്. ആ ചിപ്പ് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കുമ്പോൾ ആ ചിപ്പിനെ നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഈ ചിപ്പ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു രോഗിയുടെ ശരീരത്തിലുള്ള ചിപ്പ് സ്കാൻ ചെയ്താൽ ആ രോഗിയിൽ എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, അത് നേരത്തെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ആ രോഗിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ചിപ്പിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലർ പറയുന്നത് ഇത് ആധാർ കാർഡാണ് ഈ മൃഗത്തിൻ്റെ മുദ്ര എന്ന്. ആധാർ കാർഡിലും നമ്പറുണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയും അതെല്ലാം ഈ 666മായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ചിലർ പറയും ഈ വെബ്സൈറ്റിൻ്റെ www അത് ഈ മൃഗത്തിൻ്റെ മുദ്രയാണ് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് UN ഹെലികോപ്റ്ററുണ്ട്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ അത് മൃഗത്തിൻ്റെ മുദ്രയാണെന്നും പിന്നെ യുണൈറ്റഡ് നേഷൻസ് തന്നെ മൃഗത്തിൻ്റെ മുദ്രയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ശരിക്കുള്ള മൃഗത്തിൻ്റെ മുദ്ര, അത് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കും. അതുപോലെ തന്നെ ഈ പാഠത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരാധനയെ ചൊല്ലിയുള്ള സംഘർഷം ആണ് അവസാന കാലത്തിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അവസാന കാലത്തുള്ള സംഘർഷത്തിൻ്റെ പ്രധാന വിഷയമെന്ന് പറയുന്നത് തന്നെ ആരാധനയാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുവാനുള്ളത്. നമ്മുടെ വൻ പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ 35-ഉം 36-ഉം അധ്യായങ്ങളെ ആസ്ഥാനപ്പെടുത്തിയാണ് ഈ ആഴ്ചയിലെ പാഠം നമുക്ക് പഠിക്കാനുള്ളത്. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് വെളിപ്പാടിലെ അന്തിമ സംഘർഷം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്ത്യകാല തലമുറയ്ക്ക് ദൈവം നൽകിയ ശാശ്വത സത്യങ്ങളാണ് ശരിക്കും അതിനകത്തുള്ളത്. ആ ശാശ്വത സത്യങ്ങൾ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അന്ത്യകാലത്ത് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനും ഈ അന്ത്യകാലത്ത് വരുന്ന പീഡനങ്ങൾ സഹിക്കുവാനും സാധിക്കുകയുള്ളൂ. നാം നോക്കുമ്പോൾ വെളിപ്പാടിൽ അനേകം നിഗൂഢ ചിഹ്നങ്ങൾ, വിചിത്ര മൃഗങ്ങൾ, വിചിത്ര ചിത്രങ്ങൾ, ഇതെല്ലാം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പലതും ചിഹ്നങ്ങളും പ്രതീകങ്ങളുമാണ്. അപ്പോൾ അതെല്ലാം വിശദമായ ആഴത്തിൽ പഠിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഈ വെളിപ്പാട് നാം പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ദുഷ്ടശക്തിയുണ്ട്, ഒരു സൃഷ്ടിതാവ്, അതായത് ഒരു ദൈവം ഉണ്ട്. ഈ സൃഷ്ടിതാവിനെ ആണ് നാം ആരാധിക്കേണ്ടത്. എന്നാൽ ഈ സൃഷ്ടിതാവിനെ ആരാധിക്കാതെ സൃഷ്ടിയെ ആരാധിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു സാത്താനും ഉണ്ട്. അങ്ങനെ രണ്ട് ശക്തികൾ ഉള്ള ഒരു വൻ പോരാട്ടമാണ് നമ്മുടെ ജീവിതമെന്ന് ഈ വെളിപ്പാടിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൃഷ്ടിതാവായ ദൈവത്തിനെ നാം ആരാധിക്കാതെ സൃഷ്ടിതാവിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് ഈ സാത്താൻ്റെ ലക്ഷ്യം. അത് നമ്മൾ സ്വർഗത്തിൽ കണ്ടു, സ്വർഗത്തിലാണ് അതിൻ്റെ യുദ്ധമുണ്ടായി, അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സ്വർഗത്തിൽ യുദ്ധമുണ്ടായപ്പോഴാണ് ശരിക്കും അവിടെ അത് എൻ്റെ പ്രതിപാദ്യ വിഷയം തന്നെ അവിടെ ആരാധനയായിരുന്നു. ആരെ ആരാധിക്കണം, ഞാനും ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് സാത്താൻ അവിടെ തോന്നിയതാണ് അവിടെ പ്രശ്നമായത്. അങ്ങനെ യുദ്ധം ചെയ്യുകയും പക്ഷേ സാത്താൻ
തോൽക്കുകയും ചെയ്തു. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായ മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. പടവെട്ടി, പക്ഷേ ജയിച്ചില്ല. അതുപോലെ തന്നെ ഈ സാത്താൻ വഞ്ചന ജനങ്ങളിലേക്ക്, ജനങ്ങളെ സൃഷ്ടിതാവിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഭവമാണ് പരിണാമ സിദ്ധാന്തം. അതിനെക്കുറിച്ച് നമ്മൾ പല മുമ്പുള്ള പാഠങ്ങളിലൊക്കെ കേട്ടു. അതിപ്പോൾ സിദ്ധാന്തമായിട്ട് ഒരു തിയറിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അതൊരിക്കലും ഒരു ലോ ആയി മാറിയിട്ടില്ല. അപ്പോൾ ഈ പരിണാമ സിദ്ധാന്തം ശരിക്കും അതും സൃഷ്ടിതാവ് ദൈവമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ശബത്ത് ഇല്ല, ശബത്തിൽ നാം സൃഷ്ടിതാവിനെയാണ് ആരാധിക്കേണ്ടത്. എന്നാൽ ആ സൃഷ്ടിതാവ് ദൈവമല്ല, അത് പരിണാമത്തിലൂടെയാണ് ഈ സൃഷ്ടികളെല്ലാം ഉണ്ടായതെന്ന് സാത്താൻ തെളിയിക്കുവാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ജനങ്ങളെ അതിലേക്ക് ആകർഷിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഞായറാഴ്ച ആചാരം കൊണ്ടുവന്നു. ഞായറാഴ്ച ആചാരത്തിലും അത് യേശു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ഞായറാഴ്ച, അന്നാണ് ആചരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. എന്നാൽ നാം ബൈബിളുടനീളം പരിശോധിക്കുകയാണെങ്കിൽ ഒരു വാക്യം പോലും നമുക്ക് ഞായറാഴ്ച ആണ് ആരാധന ദിവസം എന്ന് പറയുന്നില്ല. ആകെ ബൈബിളിൽ 8 പ്രാവശ്യം എങ്ങാണ്ട് മാത്രമേ ഞായറാഴ്ചയെ കുറിച്ച് പറയുന്നുള്ളൂ. അത് വേറെ പല കാര്യങ്ങൾക്കുമാണ് ഞായറാഴ്ച ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയുടെ ആചാരത്തിന് നമുക്ക് ഒരു അടിസ്ഥാനവുമില്ല. എന്നാൽ സാത്താൻ്റെ ഈ അന്ത്യനാളിലുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ ഞായറാഴ്ച ആചാരത്തിലേക്ക് ആളുകളെ നയിക്കുന്നത്. അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ വെളിപ്പാട് 14:12 നാം നോക്കുമ്പോൾ എന്താണ് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ ആ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ തന്നെ ആഴമേറിയതാണ്. ആ അവസാന നാളിൽ നാം ദൈവകൽപ്പനയും കാത്തുകൊള്ളണം, യേശുവിലുള്ള വിശ്വാസവും നമുക്ക് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹിഷ്ണുതയോടുകൂടി യേശു വരുമ്പോൾ ആ യേശുവിനോടൊപ്പം പോകുവാൻ വേണ്ടി നമുക്കിവിടെ ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നാം ഈ വെളിപ്പാടിലെ ഈ അന്തിമ സംഘർഷത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആരാധനയെക്കുറിച്ചാണ് അവിടെ ഉള്ളത്. 2 തരത്തിൽ സൃഷ്ടിതാവിനെ നാം ആരാധിക്കുന്നതിന് വിലക്കുന്ന ഒരു കൂട്ടരുണ്ട്, സൃഷ്ടിതാവിനെ ആരാധിക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഈ 14-ാം അധ്യായം വെളിപ്പാട് 14-ാം അധ്യായം നമ്മൾ 7 മുതലുള്ള വാക്യം നാം നോക്കുമ്പോൾ അവിടെ ത്രിവിധ ദൂതുകൾ, 3 ദൂതന്മാരുടെ ദൂതുകൾ, അതെല്ലാം തന്നെ ദൈവത്തിനെ ആരാധിക്കുക എന്നുള്ളതാണ്. വെളിപ്പാട് 4:11 പറഞ്ഞിരിക്കുന്നത് ദൈവം സർവവും സൃഷ്ടിച്ചു എന്നാണ്. അതുപോലെ തന്നെ വെളിപ്പാട് 14:7-9 പറഞ്ഞിരിക്കുന്നത് എന്നെ നമസ്കരിക്കും. 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിതാവിനെ നമസ്കരിക്കുന്നവരുടെ ഒരു കൂട്ടം. അതുപോലെ തന്നെ 9-ാം വാക്യത്തിൽ മൃഗത്തിനെ നമസ്കരിക്കുന്നവർ. അപ്പോൾ ഏതാണ് നമസ്കരിക്കേണ്ടത് നാം തിരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ 7-ാം ദിന ശബത്ത് സൃഷ്ടിതാവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രതീകമാണ്. അത് ഏദൻ തോട്ട അനുഭവത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുപോകുന്നു. അങ്ങനെ റോം ചെയ്തതുപോലെ അതിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ അധികാരം കവർന്നെടുക്കാനാണ്. കാരണം റോം ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ദാനിയേൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ സമയങ്ങളെയും കാലങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ പ്രവചനം നിവൃത്തിയാവുക തന്നെ ചെയ്തു. AD 321 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ സമയങ്ങളെയും കാലങ്ങളെയും മാറ്റുക തന്നെ ചെയ്തു. സമയങ്ങളെയും കാലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു കൽപ്പനയുള്ളത് ശബത്ത് കൽപ്പനയാണ്, 4-ാം കൽപ്പനയാണ്. ആ കൽപ്പന അത് മാറ്റുകയും ചെയ്തു. അതിൻ്റെ പരിശുദ്ധി 1-ാം ദിവസത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ കൽപ്പന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ ആ പ്രവചനം അവിടെ നിവൃത്തിയാവുകയും ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അവസാന നാളിൽ ഇത്ര വലിയ വിവാദപരമായ ഒരു പ്രശ്നം ആകുന്നത് എന്തുകൊണ്ട്? അവസാന നാളുകളിൽ നാം നോക്കുമ്പോൾ ചരിത്രപരമായി നമ്മൾ ഇത്ര വിവാദമാകുന്നു. കാരണം അവസാന നാളുകളിൽ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോൾ ആ പിടിയിൽ നാം അകപ്പെട്ടു പോകാൻ പാടില്ല. കാരണം സാത്താൻ തന്ത്രം ഏറ്റവും കൂടുതലായിട്ട് പ്രയോഗിക്കുന്ന വഞ്ചന എന്ന തന്ത്രമാണ്. ആ വഞ്ചനയിൽ നാം വീണുപോയാൽ അത്
ദൈവത്തിൽ നിന്നുള്ള ആരാധനയിൽ നിന്ന് നമ്മളെ മുടക്കിക്കളയും. അതുപോലെ തന്നെ വഞ്ചനയിൽ വീഴാതിരിക്കുന്നവരെ അവൻ ആക്രമിക്കും, ഡയറക്റ്റായിട്ട് ആക്രമിക്കുകയും കൊല്ലുവാൻ മുതിരുകയും ചെയ്യും. അങ്ങനെയാണ് സാത്താൻ്റെ തന്ത്രം. അപ്പോൾ ഈ വഞ്ചനയിൽ നാം പെട്ടുപോകാതെ ആ ശരിയായ ആരാധന, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സൃഷ്ടിതാവിനെ നാം ആരാധിക്കുക, യേശുവിൽ വിശ്വസിക്കുക, ഇതാണ് നാം ചെയ്യേണ്ടത്. അത് ചെയ്ത് മുന്നോട്ട് പോയാൽ അന്ത്യനാളിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. അതിൽ യാതൊരു പ്രയാസവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് വരാനിരിക്കുന്ന പ്രതിസന്ധി. വെളിപ്പാട് 13-ാം അധ്യായം എന്ന് പറയുന്നത് അവിടെ മൃഗപ്രവചനമാണ്. അതായത് 2 തരത്തിലെ മൃഗങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. നാം മുമ്പ് കണ്ടതാണ്. ഒന്ന് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗവും മറ്റൊന്ന് ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗവും. സമുദ്രം എന്നുദ്ദേശിക്കുന്നത് ജനങ്ങളെയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ താരതമ്യേന ജനസംഖ്യ കുറഞ്ഞ സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു മൃഗവും മറ്റേത് മരുഭൂമി, അതായത് ജനങ്ങൾ ഇല്ല, കുറവുള്ള ഒരു സ്ഥലത്തു നിന്നൊരു മൃഗവും. അപ്പോൾ ഈ മൃഗം ഇത് 2 പേർക്കും നാം നേരത്തെ പറഞ്ഞതുപോലെ വഞ്ചനയാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ വഞ്ചനയോടുകൂടി ഈ സാത്താൻ ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ, അപ്പോൾ ഈ സാത്താൻ ഒരു ചിന്ത ഇവിടെ കൊണ്ടുവരുന്നു. അതായത് അവസാന കാലഘട്ടമാകുമ്പോൾ സാത്താൻ എത്ര പേർ തൻ്റെ കൂടെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഒരു എണ്ണമെടുക്കുന്ന ഒരു പ്രക്രിയയിൽ അവൻ ഏർപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ ആ എണ്ണമെടുക്കുന്ന ആ സമയത്ത് ആണ് ഇവൻ ഈ വഞ്ചന എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ വഞ്ചന ഭരിച്ചില്ലെങ്കിൽ അവിടെ പിന്നെ ഭീഷണി വരുന്നു, പിന്നെ ബലപ്രയോഗം വരുന്നു. ഇതെല്ലാം തുടരെ വരുന്ന സംഗതികളാണ്. അപ്പോൾ ഈ വഞ്ചനയിലൂടെ മനുഷ്യനെ ആദ്യം വഞ്ചിക്കാൻ നോക്കുന്നു സാത്താൻ. അപ്പോൾ അതിന് നമുക്ക് നോക്കുമ്പോൾ മതപരമായ പീഡനം ആദ്യം, ആ വഞ്ചന ഫലിക്കാതെ വരുമ്പോൾ മതപരമായ പീഡനം കൊണ്ടുവരുന്നു. നാം മതപരമായ പീഡനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെ പണ്ട് തന്നെ ഹാബേലിൻ്റെ കാലം മുതലേ ഈ മതപരമായ പീഡനം തുടങ്ങിയതാണ്. അത് പിന്നെയും ഇങ്ങനെ തുടർന്നു വന്നു. നാം നോക്കുമ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങൾ നമുക്ക് വിശ്വാസികളുടെ ഇടയിൽ തന്നെ കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16:2 നോക്കുമ്പോൾ ചിലരെ പള്ളി ഭ്രഷ്ടരാക്കും. അതുപോലെ തന്നെ മത്തായി 10:22 നോക്കുമ്പോൾ അവിടെ നമ്മൾ ചിലർ പകയ്ക്കും. അതുപോലെ തന്നെ 2 തീമോഥെയോസ് 3:12 നോക്കുമ്പോൾ ഉപദ്രവം. അതുപോലെ 1 പത്രോസ് 4:12 നാം നോക്കുമ്പോൾ അഗ്നി പരിശോധന. അങ്ങനെ പലതരത്തിലുള്ള ശോധനകളും ഉപദ്രവവും പള്ളിഭ്രഷ്ടും അങ്ങനെ പല പീഡനങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ കൊണ്ടുവരും. നാം നോക്കുമ്പോൾ ക്രിസ്ത്യൻ ചരിത്രത്തിൽ തന്നെ ഈ പീഡനങ്ങൾ തുടർച്ചയായിട്ടുണ്ട്. മൃഗത്തിൻ്റെ അടയാളം ഈ നരക ശൃംഖലയുടെ അവസാന കണ്ണിയാണ്. ഈ പീഡനത്തിൻ്റെ ഏറ്റവും അവസാന കണ്ണിയാണ് ഈ മൃഗത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്. നാം സാമ്പത്തിക ഉപരോധത്തോടെ ആയിരിക്കും ചിലപ്പോൾ ഈ പീഡനം ആരംഭിക്കുന്നത്. ഒരു സാമ്പത്തിക ഉപരോധത്തോടെ ആയിരിക്കാം. കാരണം ഈ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുമ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇളക്കം, ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് 2 വാക്യം വായിക്കാം. വെളിപ്പാട് 13-ാം അധ്യായം അതിൻ്റെ 15ഉം 17 വാക്യങ്ങൾ. 15-ാം വാക്യം, മൃഗത്തിൻ്റെ പ്രതിമ നമസ്കരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. 17-ാം വാക്യം, പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ഈ മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മൃഗത്തിൻ്റെ മുദ്ര ഇല്ലാത്തവർക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്ത ഒരു സ്ഥിതി വരുന്നു എന്നിവിടെ പറയും. സാമ്പത്തിക ഉപരോധം. അപ്പോൾ ഈ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുമ്പോൾ തന്നെ കുറേ പേരൊക്കെ അതിൽ വീണുപോകും. കാരണം ഞങ്ങൾക്കിനി പിടിച്ചു നിൽക്കാൻ സാധിക്കും, ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് ആ കെണിയിൽ, ആ സാത്താൻ്റെ കെണിയിൽ അവർ വീഴ്ത്തും. അങ്ങനെ ഈ
വളരെ നന്നായി ശബദം ആചരിച്ചുകൊണ്ടും കൽപ്പനകൾ ആചരിച്ചുകൊണ്ടും വന്ന ക്രിസ്ത്യാനികളെ ചില വിട്ടുവീഴ്ചകൾ വഴി സാത്താൻ്റെ ഭാഗത്തേക്ക് ആക്കും. അപ്പോൾ ആ എണ്ണം എടുക്കുമ്പോൾ ആ എണ്ണം വർദ്ധിച്ച് വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും ഈ മൃഗത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ആദ്യത്തെ മൃഗത്തിന് അവിടെ മരണകരമായ ഒരു മുറിവ് ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ മരണകരമായ മുറിവ് പെട്ടെന്ന് തന്നെ പുറത്തു പോകാൻ സാഹചര്യം ഒരുങ്ങുന്നു. ആ മുറിവ് പുറത്തു പോയ അതേ സാഹചര്യത്തിൽ തന്നെ ഉടനെ മറ്റൊരു മൃഗം, അത് കുഞ്ഞാടിനെ പോലെയാണ് ഇരിക്കുന്നത്, എന്നാൽ നമ്മൾ ആട്ടിൻതോലണിഞ്ഞ ചെന്നായി. അതിൻ്റെ പ്രവൃത്തിയെല്ലാം നിയന്ത്രിക്കുന്നത് മഹാസർപ്പം, അതായത് സാത്താനാണ് ഇതിൻ്റെ പ്രവൃത്തിയെല്ലാം നിയന്ത്രിക്കുന്നത്. പക്ഷെ കാണാൻ കുഞ്ഞാടിനെ പോലെ 2 കൊമ്പ് മാത്രമേ ഉള്ളൂ. മറ്റേതിനാണെങ്കിൽ എത്ര കൊമ്പുണ്ടായിരുന്നു? 10 കൊമ്പും 7 തല, 10 രാജമുടി. അങ്ങനെ മറ്റേ ആദ്യത്തെ സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗത്തിന് 10 കൊമ്പുകളുണ്ടായിരുന്നു. ഇതിനാകെ 2 കൊമ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രവൃത്തി എപ്പോഴും ഈ ആദ്യത്തെ മൃഗത്തിന് സപ്പോർട്ട്, ആദ്യത്തെ മൃഗം എന്തെങ്കിലും അത് പറയും, അതിന് നടപ്പിലാക്കുന്നത് ഈ രണ്ടാമത്തെ മൃഗമായിരിക്കും. നമുക്ക് വെളിപ്പാട് 14-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, ലോകം മൃഗത്തെ പിന്തുടരുമ്പോൾ അവർ കുഞ്ഞാട് പോകുന്നിടത്തേക്ക് അവനെ അനുഗമിക്കുന്നു. അപ്പോൾ ഈ ലോകം, രണ്ടാമത്തെ മൃഗം ഈ വരുമ്പോൾ ആ രണ്ടാമത്തെ മൃഗത്തിൻ്റെ പുറകെ ലോകം പോകുന്നു. എന്നാൽ രണ്ടാമത്തെ മൃഗം പോകുന്നത് മൃഗത്തിൻ്റെ, അതായത് സാത്താനോടൊപ്പമാണ്. അപ്പോൾ സാത്താനിലേക്കാണ് ഈ രണ്ടാമത്തെ മൃഗം ജനങ്ങളെ നയിക്കുന്നത്. നാം 9-ാമത്തെ പാഠത്തിൽ കണ്ട പോലെ തന്നെ ഇവിടെ ആദ്യം വഞ്ചന, പിന്നെ ഭീഷണി, പിന്നെ ബലപ്രയോഗം, ഇതെല്ലാം ഇവിടെ നടക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു: നിങ്ങളുടെ ശബദാചരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാമ്പത്തിക പരിഗണനകൾ നിങ്ങളിപ്പോൾ എത്ര പെട്ടെന്നാണ് അനുവദിക്കുന്നത്? ചിലപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ശബദിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. പലപ്പോഴും അത് യാത്രകൾ ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഈ ശബദിൻ്റെ തുടക്കവും അവസാനവും ശരിയായി പാലിക്കാതെ ആയിരിക്കാം. അങ്ങനെ പല പല രീതിയിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ, ചിലർ ജോലി ചെയ്തിട്ട് അതിൻ്റെ പണം സഭയിൽ കൊടുക്കുന്നവർ, അങ്ങനെ ഒരു വിട്ടുവീഴ്ച. അപ്പോൾ ഈ വിട്ടുവീഴ്ചകളൊക്കെ ചിലപ്പോൾ അപകടകരമായി തീരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളത് തെറ്റായി കണക്കാക്കാതെ മുന്നോട്ട് പോയി അതിനു വേണ്ടി പാപക്ഷമ യാചിക്കുകയോ അതിൻ്റെ ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടാവുകയോ ചെയ്യാതെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നമ്മളെ സാത്താൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ അതിലൊന്നും പെട്ടുപോകാതെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും നാം കാത്തുകൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും നാം നിത്യജീവൻ കരഗതമാക്കുവാൻ സാധിക്കും. നമുക്ക് ഇനി ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് മൃഗത്തെ തിരിച്ചറിയൽ, ഭാഗം 1. ഇവിടെ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ചാണ് പറയുന്നത്. മത്തായി വെളിപ്പാട് 12-3 മുതൽ 5 വരെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു കളയേണ്ടതിന് മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഇവിടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് മത്തായി 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാം. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്ക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയാകുവാൻ സംഗതി വന്നു.
വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുള്ള ആൺകുട്ടികളെ ഒക്കെയും ബത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. അപ്പോൾ ഈ കാര്യമാണ് ഇവിടെ വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നത്. കാരണം ആ സ്ത്രീ ഒരു യേശു ഉണ്ടായ സാഹചര്യം, യേശു പ്രസവിച്ച സമയത്ത് അവിടെ കുട്ടിയെ തിന്നുകളയേണ്ടതിന് മഹാസർപ്പം അവളുടെ മുന്നിൽ നിന്നു. കാരണം ഹെരോദാവിൻ്റെ രൂപത്തിലാണ് ഈ മഹാസർപ്പം അവിടെ വന്നത്. അങ്ങനെ പക്ഷെ കൊന്നുകളയാൻ സാധിച്ചില്ല. പിന്നെ കുട്ടിയെ അധികം താമസിയാതെ തന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, അവൻ്റെ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് യേശു ജീവിച്ചു. 33 വർഷം കാലം ഇവിടെ ജീവിച്ചു, മരിച്ചു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം നോക്കുമ്പോൾ ഈ സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അതായത് അതിന് 10 കൊമ്പുണ്ടായിരുന്നു, 7 തലയുണ്ടായിരുന്നു. 7 തലയിലും അതുപോലെ തന്നെ ഈ 10 കൊമ്പിലും 10 രാജമുടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ശരീരം, അതൊരു പുലിക്ക് സദൃശമായിരുന്നു ഈ മൃഗം. അതുപോലെ തന്നെ അതിൻ്റെ തലയിൽ ദൂഷണനാമങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാല് കരടിക്ക് സദൃശമായിരുന്നു. അതിൻ്റെ വായ് സിംഹത്തിന് സദൃശമായിരുന്നു. അതുപോലെ തന്നെ ഈ 7 തലയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു തലയിൽ മരണകരമായ ഒരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഈ മരണകരമായ മുറിവിനെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ, ഈ മൃഗത്തിനെ കുറിച്ച് മൊത്തമായി നാം നോക്കുമ്പോൾ ഈ മൃഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചില സൂചനകൾ നമുക്കിവിടെ ഉണ്ട്. അതായത് വെളിപ്പാട് 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നാം നോക്കുമ്പോൾ അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ പ്രവചനം നമുക്ക് നിവൃത്തിയാകുന്നത് 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് വെളിപ്പാട്. ഇത് വെളിപ്പാടിൽ 13:2 അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും പിന്നെയും 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രവചനം സത്യമാകുന്നത്. ഇത് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ തൻ്റെ തലസ്ഥാനം റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്ഥലത്തിലേക്ക് മാറ്റി. അതായത് ആധുനിക തുർക്കിയിലാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ആധുനിക തുർക്കിയായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഈ തലസ്ഥാനം മാറ്റുകയും അങ്ങനെ ആ മാറ്റിയ സാഹചര്യത്തിൽ ഈ റോമിൽ ഈ പോപ്പ് സ്ഥാനമേൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ റോമിലെ സാമ്രാജ്യത്വമായ സീസറിൻ്റെ മുൻകാല സിംഹാസനത്തിലും അതിൻ്റെ ഇരിപ്പിടത്തിലുമൊക്കെ പിന്നെ അവിടെ വാണതും ഇരുന്നതും ഈ പോപ്പായിരുന്നു. അങ്ങനെ ഈ പുറജാതീയ റോം മൃഗത്തിന് അതിൻ്റെ ഇരിപ്പിടം അല്ലെങ്കിൽ സ്ഥാനം അവിടെ ലഭിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഐസക് ബാക്കസ് എന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ശവക്കുഴിയിൽ നിന്നും പൊന്തി വന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ കിരീടമണിഞ്ഞ ഒരു പ്രേതം എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. റോമൻ സാമ്രാജ്യമായിരുന്നു അവിടെ മുൻപുണ്ടായിരുന്നത്. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ കിരീടമണിഞ്ഞ ഒരു പ്രേതം പോലെയാണ് ശരിക്കും പോപ്പ് അവിടെ ആയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 1-6 വാക്യങ്ങൾ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. 6-ാം വാക്യം. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. ദൈവദൂഷണത്തിൻ്റെ 2 ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ ഈ ലക്ഷണങ്ങൾ യേശുവിനെതിരെ ആരോപിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായിരുന്നു. കാരണം യേശു ദൈവമായിരുന്നു. യേശുവിന് പാപം ക്ഷമിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ
ഈ യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരുമെല്ലാം ആരോപിച്ചതിന് യാതൊരു അടിസ്ഥാനവുമില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നാം നോക്കുമ്പോൾ ഈ പാപം ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരു സഭയെ നമുക്ക് കാണാൻ സാധിക്കും. ആ സഭയിൽ പാപപരിഹാര ചീട്ട് അവർ നൽകിയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോഴും കുമ്പസാര കൂടുകളുണ്ട്. ആ കുമ്പസാര കൂടുകളിൽ ഒരു പുരോഹിതനും ഒരു വിശ്വാസിയും ഇരുന്നു കൊണ്ട് പരസ്പരം അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഈ വിശ്വാസി പാപങ്ങൾ ഏറ്റുപറയുകയും ആ പാപമെല്ലാം ഈ പുരോഹിതൻ മോചിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൃഗം, അതായത് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം, അത് തീർച്ചയായും പാപ്പാത്ത റോമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇനി ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് മൃഗത്തെ തിരിച്ചറിയൽ, ഭാഗം 2. ഇവിടെ വെളിപ്പാട് 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമുക്കത് വായിക്കാം. വെളിപ്പാട് 13:5. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. ഇവിടെ ഈ മൃഗത്തിന് ഉള്ള 2 സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ 42 മാസം പ്രവർത്തിക്കാൻ അധികാരം ലഭിച്ചു. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി മുൻപത്തെ പാഠങ്ങളിലെല്ലാം പഠിച്ചതാണ്. 42 മാസം എന്നുള്ളത് നമ്മൾ 30 ദിവസം വെച്ച് കണക്ക് 1260 ദിവസം നമുക്ക് ലഭിക്കും. ഈ 1260 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കുന്നുണ്ട്, പ്രവചന വർഷം. അപ്പോൾ 1260 വർഷം കിട്ടും. ഇത് തന്നെ ഒരു കാലം, ഇരുകാലം, അരക്കാലം, 3.5 വർഷം അതിൻ്റെ പ്രവചനം, ഇതെല്ലാം ഒരേ കാലഘട്ടമാണ് പ്രവചിക്കുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അത് AD 538 മുതൽ AD 1798 വരെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം പോപ്പിന് അവിടെ അധികാരം ലഭിക്കുന്ന കാലഘട്ടം, അതിനെ നമ്മൾ ഇരുണ്ട വർഷങ്ങളാണ്, ഡാർക്ക് ഏജസ് എന്നാണ് വിളിക്കുന്നത്. ആ ഇരുണ്ട കാലഘട്ടം എന്ന് നമ്മളതിന് പറയുന്നു. ആ സമയത്ത് ഒരു കണ്ടുപിടുത്തങ്ങൾ നടക്കുവാൻ സാധിച്ചില്ല. അവരുടെ ആ ഒരു ആധിപത്യത്തിൽ എല്ലാവരും തത്വത്തിൽ ഇരുട്ടിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഇരുട്ടിലായിരുന്ന ഈ സാഹചര്യത്തിൽ നാം നോക്കുമ്പോൾ 1798 ആ കാലഘട്ടം അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പാഠത്തിൽ പറഞ്ഞ പോലെ അവിടെ മരണകരമായ ഒരു മുറിവേൽക്കുന്നു. അതായത് നെപ്പോളിയൻ്റെ ഒരു ജനറലായിരുന്ന ജനറൽ ബർത്തിയർ പിയൂസ് 6 എന്നുള്ള മാർപ്പാപ്പയെ അവിടെ തടങ്കലിൽ അടയ്ക്കുകയും ആ തടങ്കലിൽ വെച്ച് ആ മാർപ്പാപ്പ മരിക്കുകയുമാണ് ഉണ്ടായത്. അതാണ് മരണകരമായ മുറിവ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരണകരമായ മുറിവ് പുറത്തുപോയി അത് പാപ്പാത്വം വീണ്ടും ശക്തി ആർജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നാം നോക്കുമ്പോൾ പല ലോക നേതാക്കളും ഈ വത്തിക്കാൻ സന്ദർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് റോമിലെ സഭയുടെ അംബാസഡറായി സ്വാഗതം ചെയ്യുകയും വത്തിക്കാനിൽ പതിവായി അദ്ദേഹത്തെ ലോക നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്യുന്നു. ജനലക്ഷ്യങ്ങളെ ഒന്നിച്ചു നിർത്താനുള്ള കഴിവുള്ള ധാർമ്മിക നേതാവായി ഈ പോപ്പ് മാറിയിരിക്കുകയാണ്. 2012 ജൂൺ 6-ാം തീയതി റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ 15,000-ലധികം ആളുകളോട് തൻ്റെ പ്രസംഗത്തിൽ ബെനഡിക്റ്റ് 6 മാർപ്പാപ്പ ഇങ്ങനെ പറയുകയുണ്ടായി: ഞായറാഴ്ച കർത്താവിൻ്റെയും സ്ത്രീ പുരുഷന്മാരുടെയും ദിവസമാണ്. കുടുംബത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും സ്വതന്ത്രരാകണം. ഞായറാഴ്ച പ്രതിരോധിക്കുന്നതിൽ നാം മനുഷ്യ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കും. അപ്പോൾ അന്ന് ഞായറാഴ്ച സ്ത്രീ പുരുഷന്മാരും കർത്താവിൻ്റെയും സ്ത്രീ പുരുഷന്മാരുടെയും ദിവസമാണ്. അന്ന് കുടുംബത്തിന് വേണ്ടിയും ദൈവത്തിനു വേണ്ടി നമ്മൾ സ്വതന്ത്രരാകണം. അപ്പോൾ അന്ന് ആണ് ശബദ് പോലെ അത് ഒരു മാർപ്പാപ്പ അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ എലൻ ജി വൈറ്റ് ഇതിനെക്കുറിച്ച്
പറഞ്ഞിരിക്കുന്നത് വേദപുസ്തക ശബ്ദത്തിനെ ബഹുമാനിക്കുന്നവർ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരോധികളാണെന്നും ധാർമ്മിക നിയമമന്ത്രങ്ങളെ തകർക്കുന്നവരാണെന്നും അഴിമതി അരാജകത്വം കൊണ്ടുവരുന്നവരാണെന്നും ഭൂമിയുടെ മേൽ ദൈവിക ന്യായവിധി വിളിച്ചു വരുത്തുന്നവരാണെന്നും ഭീഷണി മുഴക്കുന്നു. അങ്ങനെ എലൻ ജി വൈറ്റും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം തുരങ്കം വയ്ക്കുന്നവരായി മാറും ഇവർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഭരണത്തോട് പ്രതിബദ്ധതയില്ലാത്തവരെന്ന് അവരെ കുറ്റമാരോപിക്കുന്നു. കാരണം ശബദം ആചരിക്കുന്നവരെ ഇങ്ങനെയെല്ലാം അവർ കുറ്റമാരോപിക്കുന്നു. ഭരണത്തോട് പ്രതിബദ്ധതയില്ലാത്തവർ രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വഴങ്ങി അനുസരണം കാണിക്കേണ്ടതിന് ദൈവനിയോഗമാണെന്നും ദൈവകൽപ്പനകൾ തള്ളിക്കളയുന്ന ശുശ്രൂഷകർ പ്രസംഗപീഠങ്ങളിൽ പ്രസംഗിക്കുന്നു. നീതിന്യായ കോടതികളിലും കൽപ്പനാനുസാരികളെ തെറ്റായി പ്രതിനിധീകരിക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യുന്നു. കൽപ്പന അനുസരിക്കുന്നവരെ ഇവിടെ തെറ്റായി ചിത്രീകരിക്കുകയും ന്യായം വിധിക്കുകയും പരസ്യമായി അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഏറ്റവും സംജാതമായിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ സംഭവിക്കുന്നത് കാണാൻ ഇപ്പോൾ കഴിയും. നമ്മുടെ ലോകം എത്ര പെട്ടെന്നാണ് മാറുന്നത്. അന്ത്യകാല സംഭവങ്ങൾ എത്ര വേഗത്തിൽ നമ്മുടെ മേൽ വരുമെന്നതിനെക്കുറിച്ച് ഈ മാറ്റങ്ങൾ നമ്മോട് എന്താണ് പറയുന്നത്? ഈ മാറ്റങ്ങൾ വരുവാൻ ഇനി അധികം കാലം ഇല്ല. ഈ 2012 തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിലും ബെനഡിക്ട് മാർപ്പാപ്പ ശബദിനെക്കുറിച്ച് ഒരു വിളംബരം നടത്തുകയുണ്ടായി. അപ്പോൾ ഇത് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സൺഡേ ലോ എത്രയും പെട്ടെന്ന് വരും എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അന്ത്യകാല സംഭവങ്ങൾ അനേകം ഇനി സംഭവിക്കാനുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും അതിന് അധികം കാലതാമസമില്ല. വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം വരും എന്ന് നമുക്ക് മനസ്സിലാക്കിയതിനു വേണ്ടി അന്ത്യകാലത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വരവിനായി നാം ഓരോരുത്തരും ഒരുങ്ങുക, മറ്റുള്ളവരെ ഒരുക്കുക. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ഭൂമിയിൽ നിന്നുള്ള മൃഗം. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. ഈ ഭൂമിയിൽ നിന്ന് കയറി വന്ന മൃഗത്തിന് 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. കുഞ്ഞാടിനുള്ളതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം പോലെ സംസാരിച്ചു. അതുപോലെ തന്നെ അത് കുഞ്ഞാടിനെ പോലെ ആയിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോൾ സമുദ്രം എന്നുദ്ദേശിച്ചത്, ആദ്യത്തെ മൃഗം കയറി വന്ന സമുദ്രം എന്നുദ്ദേശിച്ചത് ജനങ്ങൾ, ജനതകൾ, രാജ്യങ്ങൾ, ഭാഷകൾ ഇതൊക്കെയാണ്. എന്നാൽ ഭൂമി എന്നുദ്ദേശിക്കുന്നത് ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്തെയാണ്. ഈ രണ്ടാമത്തെ മൃഗം ഏകദേശം അവസാന കാലഘട്ടത്തോടടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രവാചക കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിലാണ് നമുക്ക് ഈ രണ്ടാമത്തെ മൃഗം രംഗപ്രവേശനം ചെയ്യുന്നത്. ആദ്യത്തെ മൃഗം അധികാരം ഉപയോഗിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ മൃഗം ഉദയം ചെയ്യുന്നത്. ആദ്യത്തെ മൃഗം നമുക്ക് മനസ്സിലായ ആ ഇരുണ്ട കാലഘട്ടം, ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞാൽ 1260 വർഷം, അത് അവസാനിക്കുന്നത് AD 1798 ഏകദേശം ആ സമയത്താണ് ഈ മൃഗം ഏറ്റവും ഉന്നതിയിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഈ രണ്ടാമത്തെ മൃഗം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് കുറേ തെളിവുകൾ നമുക്കിവിടെ കാണാം. ഒരു 4 തെളിവുകൾ നമ്മൾ ഇവിടെ നിരത്തുകയാണ്. അതിന് ഒന്നാമത്തെ തെളിവെന്ന് പറഞ്ഞാൽ AD 1776 ഈ USA സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ AD രണ്ടാമത്തത് 1789 അത് ഭരണഘടന അംഗീകരിക്കുന്നത്. അതായത് ആദ്യത്തെ മൃഗം അതിൻ്റെ അധികാരം ഏറ്റവും വലുതായി പ്രയോഗിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് അധികാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അത് ലോകശക്തിയായിട്ട് അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി. നാം നോക്കുമ്പോൾ വേറൊരു പ്രത്യേകത നമ്മൾ 13-ാം അധ്യായത്തിൽ വായിച്ചത്, അതിന് കുഞ്ഞാടിനോടുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നത്
മഹാസർപ്പം പോലെ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഈ കൊമ്പുകളിൽ കിരീടമൊന്നുമില്ല. നാം സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗത്തിനെ നാം നോക്കുമ്പോൾ അതിൽ 10 കൊമ്പുണ്ടായിരുന്നു. ആ 10 കൊമ്പിൽ 10 രാജമുടികളുണ്ടായിരുന്നത്. അതിനു മുമ്പ് അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ കയറി വന്ന ഈ 2 കൊമ്പുള്ള മൃഗത്തിന് അതിൻ്റെ തലയിൽ രാജമുടികളൊന്നുമില്ല, അപ്പോൾ കിരീടങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത് കാണിക്കുന്നത് അതിന് മുമ്പ് അവിടെ, കാരണം അമേരിക്കയിൽ ജനവാസം തുടങ്ങി അവർ ആദ്യമായി അതിനു മുമ്പ് അവിടെ രാജാക്കന്മാരൊന്നും ഭരിച്ചിട്ടില്ല. അപ്പോൾ അതും ഒരു തെളിവായിട്ട് നമുക്കിവിടെ ലഭിക്കുകയാണ്. അവിടെ രാജവാഴ്ച ഇല്ലായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയപരവും മതപരവുമായ ഒരു സ്വാതന്ത്ര്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 2 കൊമ്പുകളും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ശക്തിയുടെയും വിജയത്തിൻ്റെയും ഉറവിടമായ 2 പ്രാഥമിക ഭരണ തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഈ 2 കൊമ്പുകൾ. അതിൻ്റെ ഒരു കൊമ്പെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവും മറ്റേത് മതപരമായ സ്വാതന്ത്ര്യവുമാണ്. നാം നോക്കുമ്പോൾ 13-ാം അധ്യായത്തിൽ നാം വായിച്ചു, അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മഹാസർപ്പം പോലെ സംസാരിക്കുകയുണ്ടായി. കാരണം നാം കുഞ്ഞാടിനെ നോക്കുമ്പോൾ കുഞ്ഞാട് വളരെ സൗമ്യതയുള്ള ഒരു മൃഗമായിട്ട് നാം കണക്കാക്കുന്നു. എന്നാൽ ഈ സൗമ്യതയുള്ള മൃഗം തുടക്കത്തിൽ വളരെ സൗമ്യമായിരുന്നു. കാരണം പ്രൊട്ടസ്റ്റൻ്റുകാർ അവിടെ ചെന്ന് റോമൻ കത്തോലിക്ക സഭയുടെ ഉപദ്രവം സഹിക്കുക വയ്യാതെയാണ് ശരിക്കും ഈ അമേരിക്കയിൽ ചെന്ന് അവിടെ താമസമാക്കുന്നതും അവിടെ പള്ളികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ വളരെ സൗമ്യമായ ഒരു കുഞ്ഞാടിനെ പോലെ തുടങ്ങിയ ഈ രാജ്യം അത് പിന്നെ അത് പതുക്കെ പതുക്കെ മഹാസർപ്പത്തെ പോലെ സംസാരിക്കാൻ തുടങ്ങുകയുണ്ടായി. 1-ാം മൃഗത്തിൻ്റെ എല്ലാ അധികാരങ്ങളും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് 13:12 നമുക്കത് കാണുവാൻ സാധിക്കും. അത് സ്വാതന്ത്ര്യത്തിൻ്റെ തത്വങ്ങൾ ഉപേക്ഷിക്കുകയും ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തിനെ നമസ്കരിക്കുമാറാക്കുന്നു. അതും നമുക്ക് 13:12 കാണാം. കാരണം 1-ാം മൃഗത്തിൻ്റെ ഒരു മുറിവുണ്ടായി, ആ 7 കൊമ്പുകളുണ്ടായി, ഒരു കൊമ്പിന് ഒരു മുറിവുണ്ടായി. മാർപ്പാപ്പയുടെ ആത്മീയവും ലൗകികവുമായ അധികാരം അംഗീകരിച്ചുകൊണ്ട് ഭൂമിയിലുള്ള എല്ലായിടവും ആദ്യത്തെ മൃഗത്തെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേതൃത്വം നൽകും. കാരണം എല്ലാവരും ഇപ്പോൾ ഞായറാഴ്ച ആചാരത്തിലേക്ക് പോകുന്നു. ആ ഞായറാഴ്ച ആചാരം തന്നെയാണ് ഇവിടുത്തെ ആ പ്രതിമയും ആ മുദ്രയും, മൃഗത്തിൻ്റെ മുദ്രയും. ആ മൃഗത്തിൻ്റെ മുദ്ര അല്ലെങ്കിൽ ആ പ്രതിമയെ ആചരിക്കണമെന്ന് ഈ അമേരിക്കയും കൂടെ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു നിലയിലേക്ക് ആ രാജ്യം എത്തിച്ചേരും, ലോകമെമ്പാടും എത്തിച്ചേരും. അപ്പോൾ ഗവൺമെൻറ് ഈ പ്രവചനം അനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മൃഗത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കുന്നു. സഭയുടെ രാഷ്ട്രീയത്തിൻ്റെ യൂണിയനായി അത് മാറും. കാരണം നമുക്കറിയാം ഇപ്പം സൈനികമായി സാമ്പത്തികമായി എല്ലാം വളരെ ഉയർന്ന നിലയിലാണ് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ അതിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ റോമൻ കത്തോലിക്ക സഭ, അതായത് ഈ പാപ്പാത്വം, ഈ പോപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ പോപ്പ് ഞായറാഴ്ച ആചാരം, അതായത് ആ പ്രതിമ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്ര കൊണ്ടുവരുന്നു. മൃഗത്തിൻ്റെ മുദ്രയാണെന്ന് നമുക്ക് പിടികിട്ടി കാണും, അത് ഞായറാഴ്ച ആചാരമാണ്. ദൈവത്തിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ശബദാചരണമാണ്, മൃഗത്തിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആചാരം. അപ്പോൾ ഈ ഞായറാഴ്ച ആചാരത്തിനെ സഹായിക്കുന്ന, അതിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന, അതിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കുന്ന, അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘടകമായി 2ാമത്തെ മൃഗമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാറുകയും ചെയ്യുന്നു. ഇന്നത്തെ അമേരിക്കയിലെ രാഷ്ട്രീയ അസ്ഥിരതയെക്കുറിച്ച് നാം ചിന്തിക്കുക. എങ്ങനെ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയിലേക്ക് ആ ഒരു ദിവസം എത്തിച്ചേരും? തീർച്ചയായും ഒരു രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ തീർച്ചയായും ഈ പ്രവചനം നിവർത്തി സാധിക്കുക തന്നെ ചെയ്യും. ആ ദിവസം എത്രയും പെട്ടെന്ന് തന്നെ വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വെള്ളിയാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് കൂടുതൽ ചിന്തയ്ക്ക്. വെള്ളിയാഴ്ചത്തെ പാഠത്തിൽ നാം പറയുന്നത്
കൂടുതലായും നാം ലോകത്തിന് അനുരൂപമാകരുത്. പലപ്പോഴും സാത്താൻ വഞ്ചന കൊണ്ടുവരുമ്പോൾ ആ വഞ്ചനയിൽ നാം പെട്ടുപോകാൻ പാടില്ല. അതുപോലെ വഞ്ചന കഴിഞ്ഞ് ഭീഷണി വരാം, ബലപ്രയോഗം നടത്താം. അതിലൊന്നും നാം വീണുപോകാൻ പാടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളെ നാം തിരിച്ചറിയേണ്ടതും വളരെ ആവശ്യമാണ്. ആ മൃഗങ്ങളെ തിരിച്ചറിയുന്നതുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിത്യജീവൻ കരഗതമാക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ: ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാനും ആ പ്രത്യാശ പങ്കിടുവാനും കഴിയും? ക്രിസ്തുവിൻ്റെ വരവിനുള്ള പ്രതീക്ഷയാണ് നമ്മുടെ പ്രത്യാശ. വേറെ ഒന്നും നമുക്കില്ല. ആ പ്രത്യാശയിൽ നാം ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കാരണം ഈ പ്രവചനമൊക്കെ തന്നെ അതിനൊരുങ്ങാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നവയാണ്. ആരാധനയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നമ്മുടെ ദൈനംദിന ജീവിതം, നമ്മുടെ ദിനചര്യ, നാം ആരെയാണ് അല്ലെങ്കിൽ എന്തിനെ ആരാധിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നാം ദിനംതോറും ആരാധിക്കുന്നത് ശരിയായ ദൈവത്തെ, സൃഷ്ടിതാവിനെയാണെന്ന് നാം എപ്പോഴും ചിന്തിച്ചുകൊള്ളുക. കാരണം വേറെ ദൈവത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഏതിന് കൊടുത്താലും അത് ബിംബാരാധന തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം ശരിയായ ദൈവത്തിനെയാണോ, സൃഷ്ടിതാവിനെയാണോ ആരാധിക്കുന്നത്, വേറെ എന്തിനെങ്കിലുമാണോ ആരാധിക്കുന്നതെന്ന് എപ്പോഴും നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഓരോ ദിവസവും നാം അത് ചിന്തിക്കുക. ഭയത്തോടെ അല്ല, ആത്മവിശ്വാസത്തോടെ ഭാവിയെ നേരിടാൻ നമ്മെയും മറ്റുള്ളവരെയും എങ്ങനെ സഹായിക്കാനാകും? തീർച്ചയായും സൃഷ്ടിതാവിനെ നാം നമസ്കരിക്കുകയാണെങ്കിൽ, ആചരിക്കുകയാണെങ്കിൽ, ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുസൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. നമുക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അന്ത്യകാല സംഭവങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രായോഗിക വ്യത്യാസമുണ്ടാകും? അന്ത്യകാല സംഭവങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ അവിടെ ചില പ്രായോഗിക വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അന്ത്യകാലത്ത് പലപ്പോഴും ചിലർ വിട്ടുവീഴ്ചകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും. നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് പലപ്പോഴും ഈ അന്ത്യകാല സംഭവങ്ങൾ നാം കാണുമ്പോൾ പലപ്പോഴും പലരും അതിൽ നിന്ന് സത്യസഭയിൽ നിന്ന് വിട്ടുപോകുവാനും അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കും കടന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല നാം ആയിരിക്കേണ്ടത്. അന്ത്യകാലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അത് മുൻകൂട്ടി നമ്മുടെ ദൈവം പ്രവചനത്തിലൂടെ നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. ആ അറിയിക്കുന്ന ആ സാഹചര്യത്തിൽ നാം അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധ വെച്ച് മൃഗങ്ങളെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ആ സൃഷ്ടിതാവിനെ തന്നെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ആസന്നമായിരിക്കുന്ന സംഘർഷം എന്ന പാഠം, അതിൻ്റെ മനഃപ്പാഠവാക്യം യോഹന്നാൻ സുവിശേഷം 17:17. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥപിതാവേ, കർത്താവേ, അവിടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. ഇന്ന് ഈ സമയം മുഴുവൻ ഞങ്ങളുടെ പാഠപഠനത്തോടെ അവിടെ നിന്ന് കൂടെ ഇരുന്നതിനായി സ്തോത്രം. കർത്താവേ, രണ്ട് മൃഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയുണ്ടായി. കർത്താവേ, ആ 2 മൃഗങ്ങൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ അന്ത്യനാളുകളിൽ ആ മൃഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ആ സാത്താൻ്റെ വഞ്ചനയിൽ പെടാതിരിക്കാൻ അവിടെ ഇടയാക്കണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങൾ പാഠം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാഠം നന്നായിട്ട് പഠിച്ച് കർത്താവെ ശബദിനായി ഒരുങ്ങി കർത്താവെ ദൈവത്തിൻ്റെ വരങ്ങിനായി ഒരുങ്ങാൻ അവിടെ ഇടയാക്കണം. ചോദിച്ചൊരു നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷ പ്രാർത്ഥനയ്ക്കുള്ളമാരാണ് സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.